വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഒടിയൻ എന്നൊരു സിനിമയിലൂടെയാണ് പുതിയ തലമുറ ഒടിയൻ ആര് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ എത്താത്ത ഒരു വാക്കായിരുന്നു ഒടിയൻ. എന്തോ മറിമായം കാണിച്ച് നടക്കുന്ന ഒടിയൻ്റെ ഒരു ഭാവം അതുണ്ടാക്കി കൊടുക്കാനായിട്ട്, യുവജനങ്ങളുടെ ഉള്ളിലേക്ക് അത് കുത്തി നിറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ ആ ഒരു ആവിഷ്കാരത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ വിക്കിപീഡിയയിലൂടെയും ഏതെങ്കിലും 4 പേരുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൊട്ടത്തരങ്ങളും വെച്ച് ഒരു ആവിഷ്കാരം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ആ ഒരു തെറ്റായ അറിവിനെ വലിയ വിജ്ഞാനമാണ് എന്നുള്ള വിധത്തിൽ കെട്ടിയെടുത്ത് ഒരു ഭാണ്ഡമാക്കി ആളുകളുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നത് ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇന്നുവരെ കേൾക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് യുവജനങ്ങൾ പ്രത്യേകിച്ചും അത് ഏറ്റെടുക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ അത് വിറ്റ് കാശാക്കുന്ന തെറ്റായ വൃത്തികെട്ട നയത്തിനെ പൊളിച്ചെഴുതേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒടിയൻ്റെ കാര്യത്തോളം അത് മുഴുവൻ തെറ്റാണ്. എന്താണ് ഒടിയൻ? ഒടിയൻ എന്നുള്ള കാര്യം എവിടെയാണ് സംഭവിച്ചത്? എവിടെയാണ് ഉണ്ടായിരുന്നത്? യാഥാർത്ഥ്യമാണോ? കെട്ടുകഥയാണോ? ഒടിയൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്തെല്ലാം? എല്ലാം നമ്മൾ വിശദമായി അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നു. ഒടിയൻ മിഥ്യയോ യാഥാർത്ഥ്യമോ എന്നുള്ള കാര്യം. നമ്മുടെ കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് എല്ലാവരും യഥാർത്ഥ കാര്യങ്ങൾ അറിയുവാനായിട്ട് നമ്മുടെ കൂടെ കൂടുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.